രാഹുൽ മാങ്കൂട്ടം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ MLA കാണുവാനേയില്ല. VD സതീശൻ മാധ്യമങ്ങളെ കണ്ടിട്ട് ദിവസങ്ങളായി. VT ബൽറാം പഴയതുപോലെ ട്രോളുകൾ ഇടുന്നുമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നവരെ ചൊറിയാൻ വേണ്ടി ഇറങ്ങുന്ന ഫാൻസ് അസോസിയേഷനുകൾ കണക്കിന് കിട്ടുന്നുണ്ട് താനും. ഇന്നിപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് വാർത്തകളാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതായത് ഡോക്ടർ സൗമ്യ സരിൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, സരിന്റെ ഭാര്യയാണ്. പ്രത്യേകിച്ച് സൗമ്യ സരിന് ഒരു രാഷ്ട്രീയമൊന്നുമില്ല, ഒരു നിഷ്പക്ഷയായിട്ടുള്ള സ്ത്രീയാണ്. പക്ഷേ സരിൻ എന്ന് പറയുന്ന നേതാവ് CPM-ന്റെ ഭാഗമായതോടുകൂടി തന്നെ നിരവധി സൈബർ ആക്രമണങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ആ ആക്രമണങ്ങളെയൊക്കെ അതിശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് തന്റെ അടുത്തോടുകൂടി തന്നെ നേരിട്ടിട്ടുള്ള ഒരു അടിപൊളി വനിത കൂടിയാണ് ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിൻ അങ്ങ് നിന്നിരുന്ന് അടിച്ചു നിരത്തുകയാണ്. സരിന്റെ പല ചോദ്യങ്ങൾക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ അന്തിച്ചർച്ചയിൽ മറുപടി പോലും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പൊ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഭാഗം ഇത്തരം മനോവൈകൃതം ബാധിച്ച കുറെ ഫാൻസ് ഉണ്ടല്ലോ, അവർ സൗമ്യ സരിന്റെ ഫേസ്ബുക്കിന് അടിയിൽ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു. കമന്റ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. തോറ്റ MLA എവിടെയാ പെങ്ങളെ, സമയത്തിന് ഗുളിക വിഴുങ്ങാൻ അവനോട് പറയണേ എന്ന് വിനായക് എന്ന് പറയുന്ന ഒരു മനോരോഗിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അയാൾക്ക് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഉറപ്പായും ചേട്ടാ, എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇവിടെ. നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് ഡോക്ടർമാരുടെ സഹായമൊന്നും വേണ്ടല്ലോ, സ്വന്തമായി ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ഉള്ളവരല്ലേ ഭാഗ്യവാന്മാർ എന്നാണ് എന്തായാലും അയാൾക്ക് മറുപടി കൊടുത്തിട്ടുള്ളത്. തക്കതായിട്ടുള്ള മറുപടി എന്ന് പറയാതെ വയ്യ. അല്ലെങ്കിൽ സൗമ്യ സരിന് നല്ല രീതിയിൽ തന്നെ മരുന്ന് കൊടുക്കാൻ, ഇത്തരം ആളുകളെ ചികിത്സിക്കാൻ അറിയാമെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സൗമ്യ സരിൻ പല ഘട്ടത്തിലും, അതായത് സരിൻ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയം മുതൽ തന്നെ സൗമ്യ സരിനെതിരെ വരെ VD സതീശനെ പോലുള്ള ആളുകളൊക്കെ പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയപ്പോൾ തന്റെ അടുത്തോടു കൂടി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന ഫാക്ടുകൾ നിരത്തി തിരിച്ച് വെല്ലുവിളിച്ച ഒരു സ്ത്രീയാണ്. ആ വെല്ലുവിളിയൊന്നും കോൺഗ്രസിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു ഭാഗം. എന്തായാലും അതിനുശേഷവും സൗമ്യ സരിൻ ആ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് മുകളിൽ എഴുതിയിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എല്ലാവരും കാണേണ്ടത്. ഇങ്ങനെ പറയുന്നു: തോറ്റ MLA ശരിയാണ്, എന്റെ ഭർത്താവ് തോറ്റിട്ടുണ്ട്, ഒന്നല്ല 2 തവണ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, തോൽവിയാണെങ്കിലും നല്ല പകൽ വെളിച്ചത്തിൽ മാന്യമായി. തോൽവിയിലും അന്തസ് എന്നുണ്ട്. എല്ലാ ജയത്തിലും ഈ പറഞ്ഞ സാധനം ഉണ്ടാകണമെന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഈ തോൽവിയിൽ എന്നല്ല ഒന്നിലും അയാളെ പ്രതി എനിക്ക് തല കുനിക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഗുളിക മൂപ്പരധികം കഴിക്കാറില്ല. വല്ല പനിയോ ജലദോഷമോ വന്നാൽ അതും ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും. പക്ഷേ ആർക്കും ഒന്നും കലക്കാൻ ഒരു ഗുളികയും നിർബന്ധിച്ച് കഴിപ്പിച്ചതായി അറിവില്ല. രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷനും ഗംഭീരമായിട്ടുള്ള ഒരു കുത്തും അടിയും ട്രോളുമാണ് ആ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ പറയണം. അപ്പോൾ സംശയങ്ങളൊക്കെ മാറിയല്ലോ അല്ലേ? വിട്ടുപിടിച്ചേട്ടാ, സ്വന്തം കാലിലെ മന്ത് മാറ്റിയിട്ട് പോരെ മറ്റവന്റെ കാലിലെ ചൊറി നോക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ സൗമ്യ സരിൻ പറഞ്ഞിട്ടുള്ളത്. സൗമ്യ സരിൻ ഒരു ഘട്ടത്തിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള പോസ്റ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നോക്കൂ, സരിൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും അന്തിച്ചർച്ചകളിലും ഒക്കെ രംഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസും ഒക്കെ അയാളെ തകർക്കാൻ വേണ്ടി, അയാളെ മാനസികമായി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതെന്ന് നോക്കൂ. അതായത് അയാളുടെ ഭാര്യക്കെതിരെ ആക്രമണം നടത്തുന്നു. ഇതാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഏറ്റവും വൃത്തികെട്ട മുഖം എന്ന് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവിടെ അവർക്ക് തെറ്റിപ്പോയി. കാരണം സൗമ്യ സരിൻ എന്ന് പറയുന്ന ആ കരുത്തിയായിട്ടുള്ള സ്ത്രീ, ആ സ്ത്രീ ഇതല്ല, ഇതിനപ്പുറവും കണ്ടതാണ്. ഇത്തരക്കാരെയൊക്കെ നല്ല രീതിയിൽ തന്നെ, ഇത്തരം രോഗികളെയൊക്കെ നല്ല രീതിയിൽ തന്നെ ചികിത്സിക്കാൻ കഴിവുള്ള ഒരാളാണ് ഈ പറയുന്ന സൗമ്യ സരിൻ. നല്ല തന്റെ അടുത്തോടു കൂടി തന്നെ മറുപടി നൽകിയിരിക്കുന്നു. അത് നന്നായി തന്നെ സരിനും അറിയാം. സൗമ്യക്കെതിരെ ഏത് രീതിയിലുള്ള ആക്രമണം വന്നിട്ടുണ്ടെങ്കിലും എന്റെ ഭാര്യയ്ക്ക് അതൊക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ അറിയാമെന്ന് എന്തായാലും സരിനും അറിയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അതായത് ഇയാൾ കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഇത്തരം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് പാർട്ടി മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലും പരോക്ഷമായും ചില ആളുകൾ പ്രത്യക്ഷമായും ഒക്കെ ഇയാളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളല്ലേ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ലക്ഷ്മി പത്മ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. അതായത് രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയോട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടിരുന്നല്ലോ. അത് വ്യാജമാണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ പിന്നീട് റിപ്പോർട്ടർ ചാനലിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പറ്റം ആളുകൾ ആക്രമണം നടത്തിയത്. എന്തായാലും ആ പെൺകുട്ടിയെ ലക്ഷ്മി പത്മ കണ്ട ശേഷം ലക്ഷ്മി പത്മ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഞാൻ അവളെ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ്
അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്. അവർ വളരെയധികം മാനസികാഘാതത്തിലാണ്. ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ. അശാസ്ത്രീയമായ ഗർഭചിത്രം, തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ, ചുറ്റും നടക്കുന്ന സ്ലട്ട് ഷെയ്മിങ്, ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ. അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ. പരാതി കൊടുക്കണമെന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ടു പോകാൻ ഉള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാതെ ആശങ്കയുണ്ട്. പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ. ലക്ഷ്മി, അതായത് നേരിട്ട് കണ്ട ആ മാധ്യമപ്രവർത്തക പറയുന്നു, പുറത്തൊക്കെ നമ്മൾ കണ്ടതിനേക്കാൾ കേട്ടതിനേക്കാൾ ഗുരുതരമാണ് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേക്കൊക്കെ അന്വേഷണം എത്തണം. എന്ത് വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായോ എന്ന് ചോദിക്കുന്ന ചൊറിയൻ ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു, എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട. അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പോയി. സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി വധിക്കപ്പെടുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എറിയലുകൾ വേറെ. സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണം. എങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു. ഏതോ മാധ്യമ പ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചെന്ന്. അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം. അത്തരം മാധ്യമ പ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമല്ല എന്നാണ് ലക്ഷ്മി പത്മ അതായത് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ലക്ഷ്മി കണ്ട ശേഷം എന്തായാലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. എന്നിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ പൊക്കിപ്പിടിച്ചു നടക്കാൻ ഇവിടെ ചില സീമാജി നായർമാരുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ തന്നെ അത്തരം സ്ത്രീകളോട് വല്ലാത്ത ഒരു വിയോജിപ്പും ദേഷ്യവും ഒക്കെ തോന്നിപ്പോകുന്നത്. പുറത്തു വന്നിട്ടുള്ള പരാതികൾ നിസ്സാരമാണോ? എന്നിട്ടും ആ വേട്ടക്കാരനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു അശ്ലീലത്തെ ഒരു ആഘോഷമാക്കി അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സ് എത്രത്തോളം വൃത്തികെട്ടതായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയാളെ തള്ളി പറഞ്ഞ കോൺഗ്രസിനകത്തെ യൂത്ത് കോൺഗ്രസിനകത്തെ സ്ത്രീകൾക്ക് പോലും ഇത്തരം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലേ? അതായത് ഉമ തോമസ്, അതുപോലെ തന്നെ സ്നേഹ, അതുപോലെ തന്നെ ഡിജിറ്റൽ കോർഡിനേറ്റർ ആയിട്ടുള്ള താര, അങ്ങനെ പേരുകൾ എടുത്തു പറഞ്ഞാൽ ഒരുപാട് പേരുകളുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക്, അതായത് മറ്റുള്ള പാർട്ടിയിലെ ആളുകളെ നമുക്ക് മാറ്റി നിർത്താം, പക്ഷെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്കെതിരെ പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഒരു നിലയിലേക്ക്, ഒരു മനോനിലയിലേക്ക് യൂത്ത് കോൺഗ്രസും മാറുന്നത് ഏറെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറയാതെ വയ്യ. ഒരു സ്ത്രീക്കും തങ്ങളുടേതായിട്ടുള്ള ദുരനുഭവം തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അതായത് എന്തുകൊണ്ട് നിങ്ങൾ അന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശമായിട്ടുള്ള തെറ്റിദ്ധാരണ വളർത്തുന്ന പല കള്ളക്കഥകളുമായി യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങുന്ന കാഴ്ച, അത് റിനി നേരിട്ടു, അവന്തിക നേരിട്ടു, അങ്ങനെ പല സ്ത്രീകളും നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ രാഹുൽ മാങ്കൂട്ടം ഒരു നിയമ നടപടി സ്വീകരിക്കുകയോ ഒരു മാനനഷ്ട കേസ് കൊടുക്കുകയോ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ പല ആളുകളെയും പരാതികൾ അത് നിഷേധിക്കുകയോ അത് തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മൗനം ഒരു കുറ്റസമ്മതമാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോൺഗ്രസ് ഇയാളെ പുറത്താക്കിയിട്ടുള്ളത്. എന്നിട്ടും കോൺഗ്രസ് ഒരു പരോക്ഷമായിട്ടുള്ള രീതിയിലുള്ള ഇവർക്ക് ഒരു സുരക്ഷ ഒരുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, വി ഡി സതീഷിനെ പോലുള്ള, ഷാഫി പറമ്പിനെ പോലുള്ള ആളുകളൊക്കെ ഇയാളെ വെള്ളവും വളവും ഇട്ട് വളർത്തിയെന്ന് പറയാതെ വയ്യ. 3.5 വർഷം മുമ്പ് വി ഡി സതീഷിന് ഒരു പരാതി ലഭിച്ചിട്ട് പോലും വി ഡി സതീഷിന് ഒരു നടപടിയും സ്വീകരിച്ചില്ല. മറിച്ച് ആരോപണ വിധേയന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്തായാലും ഡോക്ടർ സൗമ്യ സരണിയെ പോലുള്ള, ലക്ഷ്മി പത്മയെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം വിഷയത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും എന്തായാലും ലക്ഷ്മി പത്മ ആ പെൺകുട്ടിയെ കണ്ട് ആ പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ദുരനുഭവവും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും സമൂഹ മാധ്യമങ്ങളിൽ കൊടുക്കാൻ കാണിച്ച ആ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. എന്തായാലും നിരവധി ആക്രമണങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ സ്ത്രീകൾക്കെതിരെ നടക്കുമ്പോഴും യൂത്ത് കോൺഗ്രസും നമ്മുടെ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങുമായി രംഗത്തേക്ക് വരുമ്പോഴും നമ്മൾ എന്തായാലും അവർക്കൊപ്പം നിൽക്കണം, താങ്ങും തണലുമായി എന്ന് പറഞ്ഞു വെക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ അധികാരത്തിൽ വരാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തുന്നുണ്ടല്ലോ. സത്യത്തിൽ മിസ്റ്റർ വി ഡി സതീശൻ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ് ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചൂട്ടുപിടിക്കൽ നിർത്തുക എന്നുള്ളതാണ്. അതൊക്കെ നിർത്താത്തിടത്തോളം കാലം നിങ്ങൾ ഈ അധികാര കസേരയിൽ കയറിയിരുന്ന് കേരളം പിടിച്ചു ഭരിക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ കേരളത്തിലെ നല്ല രീതിയിലുള്ള നിലപാടുള്ള, നല്ല രീതിയിൽ
പ്രതികരണശേഷിയുള്ള നല്ല നല്ല നട്ടലുള്ള ഈ നാട്ടിലെ ആണുങ്ങൾ, പെൺകുട്ടികൾ ഒക്കെ തിരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെ നിങ്ങൾക്ക് മറുപടി തരും ഇതിനൊക്കെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.